If you want to live your way, nobody should have the right to stop you, as long as you are not disturbing others. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത് വീണ്ടും ഒന്നുകൂടെ പറയാം, എനിക്ക് പറയാൻ ഇഷ്ടമുള്ളതുകൊണ്ട്, വിത്ത് ഗ്രേറ്റ് താൻ തോന്നിത്തരം കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. താൻ തോന്നിത്തരമൊക്കെ കാണിക്കാം, പക്ഷെ റെസ്പോൺസിബിൾ ആയിട്ട് കാണിക്കണം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ. ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ തീർച്ചയായും സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോകും. അതിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും ഫോളോ ചെയ്യേണ്ടി വരും. ഞാനത് ഫോളോ ചെയ്ത ആളാണ്. പക്ഷെ ഞാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയതുകൊണ്ടല്ല, എന്റെ വീട്ടുകാർക്ക് ഞാൻ പറയുന്നത് മനസ്സിലായില്ല. അപ്പൊ എന്റെ വീട്ടുകാർ പറഞ്ഞു, ഇവളെ രക്ഷിക്കണം. എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതാ, അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, നമ്മൾ പറഞ്ഞ മെയിൻ വാക്ക് വട്ട്, ഇത് വട്ടാണ്. ഇപ്പോ പൊതു സമൂഹത്തിൽ അത് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ എന്റെ വീട്ടുകാർക്ക് പോലും തോന്നി തുടങ്ങിയത്, ഇതിങ്ങനെയൊക്കെയാണോ? സോ ഇറ്റ്സ് ഫൈൻ. നമുക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല, ദേഷ്യവും വൈരാഗ്യമൊന്നുമില്ല. ആവറേജ് ആയിട്ടുള്ളവരുടെ ചിന്താഗതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ ബുദ്ധിമുട്ടിക്കാതെ. ഞാൻ 20 കൊല്ലം സുഖമായിട്ട് ജീവിച്ചു, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ ഇവിടെ, ഇല്ലല്ലോ. എന്നെ 10-25 വർഷമായിട്ട് കാണുകയല്ലേ എല്ലാവരും. ഇപ്പൊ ഈ ബുക്ക് എഴുതിയപ്പോ എനിക്ക് മനസ്സിലായത്, എന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ പോലും നോർമൽ അല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല. നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും, ബീച്ചിൽ കപ്പലണ്ടി കുറിച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. ഇവിടെ വന്ന് ഇങ്ങനെ തിങ്ങിക്കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും നോർമൽ അല്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ആൻഡ് പ്ലീസ് ഫോളോ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ തീവ്രമായിട്ടുള്ള എന്തൊക്കെ ആഗ്രഹമുണ്ടോ അത് മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത വിധത്തിൽ ജീവിക്കുക. പ്ലീസ് ഡോണ്ട് കോംപ്രമൈസ്. ലിജീഷിന് ചോദ്യങ്ങളില്ലാന്ന് തോന്നുന്നു. ഇനി അതിനിടയിൽ ഒരു റിക്വസ്റ്റ് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ട്. ഒന്ന്, സ്പീക്കറിനടുത്ത് നിന്ന് അല്പം മാറി നിന്നില്ല എന്ന് എല്ലാവർക്കും കേൾക്കാൻ കഴിയാത്ത സാഹചര്യം എന്ന് പറയുന്നുണ്ട്. സ്പീക്കറിനടുത്ത് നിന്ന്, എല്ലാ സ്പീക്കറുകളുടെയും അടുത്ത് നിന്ന് അല്പം അകലം പാലിക്കണമെന്ന അഭ്യർത്ഥനയുണ്ട്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഓട്ടോബയോഗ്രാഫി ഓഫ് ഗോഡ് എന്നാണ് ലെന പുസ്തകത്തിന് കൊടുക്കുന്ന തലക്കെട്ട്. ദൈവത്തിന്റെ ആത്മകഥ. ദൈവത്തെ കുറിച്ച് ഓഷോ പറഞ്ഞ രസകരമായ ഒരു കഥയുണ്ട്. പണ്ട് ലണ്ടനിലെ തെരുവിൽ ദൈവം മരിച്ചു എന്ന് ലോകത്തോട് ഉച്ചത്തിൽ ആദ്യം വിളിച്ചു പറഞ്ഞത് നീക്ഷെ ആണ് എന്ന് നമുക്കറിയാം. പണ്ട് ലണ്ടനിലെ തെരുവിൽ ദൈവം മരിച്ചു, നീക്ഷെ ഒപ്പ് എന്നെഴുതിയ ഒരു ചിത്രം പറഞ്ഞുകൊണ്ടാണ് ഓഷോ കഥ ആരംഭിക്കുന്നത്. കഥ അവസാനിക്കുമ്പോൾ ഓഷോ പറയുന്നു, വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് ഞാൻ മറ്റൊരു ബോർഡ് കണ്ടു, നീക്ഷെ മരിച്ചു, ഒപ്പ് ദൈവം എന്ന്. ദൈവം എന്ന ഭാവനയെ മനുഷ്യനെ എത്ര ശ്രമിച്ചിട്ടും മറികടക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ദൈവം എന്ന് പറയുന്ന ഭാവനയെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുപോലെ തന്നെ ദൈവം എന്ന് പറയുന്ന ഭാവനയെ തന്നാൽ കഴിയും വിധം സുന്ദരമായി നിർമ്മിക്കാനും ഒരു മനുഷ്യ ജീവിതത്തിന് സാധിച്ചതായി നമുക്ക് തോന്നുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത്, ഈ പറയുന്ന നോർമൽ ജീവിതത്തിലേക്ക് നാം തിരിച്ചു തള്ളിവിടുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ അല്പം വഴിതെറ്റിയൊക്കെ സ്പിരിച്വാലിറ്റിയിലേക്ക് നടന്നു കളയാം എന്ന് വിചാരിക്കുന്ന മനുഷ്യരെ അത് അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പിൻവലിക്കുന്നത് കൊണ്ടാണോ സത്യത്തിൽ ദൈവം എന്ന് പറയുന്ന ഭാവനയെ കുറെ കൂടെ സുന്ദരമായി നിർമ്മിക്കാൻ നമുക്ക് കഴിയാത്തത്? ഒരുപാട് കാര്യങ്ങൾ ആ ചോദ്യത്തിലുണ്ട്. ഒന്ന്, സ്പിരിച്വാലിറ്റി എന്ന പാത്തിലേക്ക് പോകുന്ന എല്ലാവരും മനസ്സ് എന്ന തലം മറികടക്കാൻ ശ്രമിക്കുന്നവരാണ്. മെന്റൽ റെൽം താരതമ്യം ചെയ്തു കഴിഞ്ഞാലേ നമ്മൾ സ്പിരിച്വൽ റെൽമിലേക്ക് എത്തുള്ളൂ. സ്പിരിച്വാലിറ്റി മൈൻഡിന്റെ അല്ല, മൈൻഡിനെ മറികടക്കുമ്പോഴാണ് ആ ഒരു വിചിത്രമായ ലോകം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ ഉറപ്പല്ലേ നമ്മുടെ സമനില, മാനസിക സമനില ഇത്തിരി തെറ്റിയ പോലെ തന്നെ ഇരിക്കും. എല്ലാ സ്പിരിച്വൽ സെർച്ച് നടത്തിയിട്ടുള്ള ആരാണെങ്കിലും അവരൊക്കെ എന്തായാലും സമൂഹം ആദ്യം തിരുത്താൻ ശ്രമിക്കും. പിന്നെ ഒരു രക്ഷയില്ല, ഇതിന് നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കൈവിടുമ്പോഴാണ് അവർക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവര് സ്പിരിച്വൽ ഓർഗനൈസേഷൻസിന്റെ സഹായം എടുക്കും. പക്ഷെ ഈ ദൈവം എന്ന് പറയുന്ന വാക്ക് വളരെ വലിയൊരു അംബ്രല്ലയാണ്. ദൈവം എന്ന് പറയുന്ന വാക്ക് ഒരു റിലിജിന്റെ അല്ല, അല്ലെ? ദൈവങ്ങൾക്ക് പേര് കൊടുക്കുമ്പോഴൊക്കെയാണ് പിന്നെ ആ പ്രശ്നം വരുന്നത്. അതിലോട്ട് നമുക്ക് പോകണ്ട. ബിക്കോസ് റിലിജിയൻ ഈ പറഞ്ഞ മെന്റൽ റെൽമിന്റെ ഉള്ളിലുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനെയൊക്കെ മറികടക്കാൻ ശ്രമിക്കുന്നവരാണ് പിന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുന്നത്.
അപ്പം ഈ പറഞ്ഞ ഗോഡ് എന്ന വേർഡ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പകരം നമുക്ക് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ അത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിലുള്ള അതിനെ പറ്റിയുള്ള ചിന്ത എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, എന്റെ ടെഡെക്സ് ടോക്സിലും ബുക്കിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എന്റെ ശരീരം എന്ന് പറയാറുണ്ടോ? ലിജിഷ് പറയാറുണ്ടോ എന്റെ ശരീരം എന്ന്? ഈ ശരീരത്തിന്, ആ ശരീരത്തിന്റെ പേരാണോ ലിജീഷ് എന്ന്? അല്ല. ശരി, അപ്പൊ അത് എന്തിന്റെ പേരാണ് ലിജീഷ്? അതിനും ലെന പറഞ്ഞ പോലെ ഒരുപക്ഷെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയില്ല. നാം ഇന്നോളം ഉണ്ടാക്കിയെടുത്ത ഒരു ബോധമണ്ഡലത്തിന്റെയോ ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന മറ്റൊരു സ്വത്വത്തിന്റെയോ. ചോദ്യം തീർന്നിട്ടില്ല. ജസ്റ്റ് അതായത് എന്റെ ശരീരം എന്ന് പറയാറുണ്ട് ഈ ശരീരത്തിന്. എന്റെ മനസ്സ് എന്ന് പറയാറുണ്ടോ? എല്ലാവരോടാട്ടോ. ലിജീഷ് ഇവിടെ ഇരിക്കുന്നോണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. എല്ലാവരും ഇത് ചിന്തിക്കാം. നിങ്ങളൊക്കെ പറയാറുണ്ടോ എന്റെ ശരീരം എന്ന്? ഇപ്പൊ അവിടെ ഏത് ശരീരത്തിലാണോ ഇരിക്കുന്നത് അതിനെ അപ്പുറത്തിരിക്കുന്ന ആളെ അത് പറയരുതല്ലോ, ബുദ്ധിമുട്ടാവും. അപ്പോ എന്റെ ശരീരം എന്ന് പറയുന്നു, എന്റെ മനസ്സ് എന്നും പറയുന്നു. ഇതാരാണ് ഈ ശരീരവും മനസ്സൊക്കെ എന്റെ ആണെന്ന് അധികാരപ്പെടുന്നത്? ആരാണ് പറയുന്നത് എന്റെ ശരീരം എന്റെ മനസ്സ്? നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞത്, നിങ്ങൾ തന്നെ ഉത്തരം തരണം. എന്റെ ശരീരം എന്റെ മനസ്സ് എന്ന് അവകാശപ്പെടുന്നത് ആര്? നമ്മൾ തന്നെയാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഏത് നമ്മൾ? ഞാനില്ല ആ നമ്മൾ. തന്നെ തന്നെ പറഞ്ഞാൽ മതി. ഞാനിത് എന്റെ ശരീരം എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് നേരത്തെ ആവറേജ് എന്ന് പറഞ്ഞ് എന്നെ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ചിത്രത്തിൽ വരുന്ന ഒരു മഹാഭൂരിപക്ഷം മനുഷ്യരുണ്ട്. നാം എപ്പോഴും ഇതിനെ നമ്മുടെ എന്ന് പ്രയോഗിക്കുന്നില്ല. ഞാൻ ലെനയെ മാറ്റി നിർത്തിയിട്ട് എന്റെ കൂടെ കിട്ടാവുന്ന കുറച്ചുപേരെ കൂടെ കൂട്ടിയാൽ പറയാം. എന്റെ ശരീരം എന്റെ മനസ്സ് എന്നൊക്കെ പറയുമ്പോഴും നമ്മളെല്ലാവരും പറയാറുണ്ട് ഇതിനപ്പുറത്ത് ഈ എന്റെ ശരീരം എന്റെ മനസ്സ് എന്ന് പറയുന്നത് ആരാണ്? ഇതറിയില്ലെങ്കിൽ ഒരു കാരണവശാലും 100% പീസ് ഓഫ് മൈൻഡ്, ആൻസൈറ്റി ഇല്ലായ്മ, സ്ട്രെസ് ഇല്ലായ്മ ഒരാൾക്കും ഉണ്ടാവില്ല. ബേസിക് ചോദ്യത്തിന് ഉത്തരം അറിയില്ല. അതിന്റെ മുകളിലിരിക്കുകയാണ് ദൈവം ഇതാരോട് പറയല്ലേ, എനിക്കിതറിയില്ല, ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് കോഴിക്കോട് നിന്ന് നമ്മളോട് പണ്ടൊരാൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ആരാണെന്ന് എന്നോട് ചോദിക്കേ ഞാൻ ആരാണെന്ന്. അപ്പൊ ഞാൻ ആരാണെന്ന് പറയുമ്പോ നിനക്ക് മനസ്സിലാവും നീ ആരാണെന്നും ഞാൻ ആരാണെന്നും. അങ്ങനെയാണ് തേന്മാവിൻ കൊമ്പത്തില് പറഞ്ഞത്. അന്ന് ഞാൻ കുറെ നേരം ചിന്തിച്ചു, ഇതെന്തോ വലിയ കാര്യമുണ്ടല്ലോ. എന്താണെന്നറിയോ, നമ്മളെല്ലാവരും നമ്മളെ തന്നെ ഞാൻ എന്നല്ല വിളിക്കുന്നത്. ആരാണ് എന്റെ ശരീരം എന്റെ മനസ്സെന്ന് ആരാ പറയണെന്ന് ചോദിച്ചാൽ ലിജീഷ് പറയും ഞാനാണ്, ഞാനും പറയും ഞാനാണ്. ആ ഓരോ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആ അവകാശപ്പെടുന്ന ആരാണോ പറയും ഞാനാണ്. അപ്പൊ നമുക്ക് ഒരൊറ്റ ഞാനിന്റെ ഉത്തരം കിട്ടിയ എല്ലാവർക്കും ഉത്തരം ഇല്ലേ? എല്ലാവരും ഞാനല്ലേ? അതാണ് ഈ പറഞ്ഞ ഇംഗ്ലീഷില് ഐ എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇനി ഈ ഞാൻ ആരാ എന്ന് ചോദിക്കാൻ ആദ്യം പഠിപ്പിച്ചത് രമണ മഹർഷിയാണ്. രമണ മഹർഷിയുടെ അടുത്ത് ആര് ചെന്നാലും എന്ത് ചോദ്യം ചോദിച്ചാലും പറയും ആരാ ഇത് ചോദിക്കുന്നത്? ആസ്ക് ഹൂ am I and you will reach the answer. കുറെ പേർക്ക് വയസ്സായി മരിച്ചുപോയി, ഉത്തരം കിട്ടിയില്ല. അപ്പൊ ഞാനിങ്ങനെ അതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് എന്റെ പുസ്തകത്തില് 5 W's ആക്കിയത്. ഈ ഹൂ am I എന്ന് ചോദിക്കുമ്പോഴും വളരെ പേഴ്സണൽ ആയിട്ട് തോന്നിയില്ലേ? ഇപ്പൊ ഞാൻ എന്തോ ലിജീഷിനെ പേഴ്സണലി അറ്റാക്ക് ചെയ്ത പോലെ തോന്നി. അവിടെ നിന്ന് മാറ്റി നിങ്ങളുടെ അടുത്തേക്ക് ആക്കിയപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ അറ്റാക്ക് ആയിട്ട് തോന്നി. അത് നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് എല്ലാം ഒരൊറ്റ ഞാനല്ലേ എന്ന് ചോദിച്ചപ്പോ എല്ലാവരും റിലാക്സ് ആയി, എല്ലാവരും മുഖത്ത് ചിരി തിരിച്ചു വന്നു അല്ലേ? ആ പേഴ്സണലൈസേഷൻ നമ്മൾ മാറ്റി ഹൂ am I എന്നുള്ളത് മാറ്റിയിട്ട് വാട്ട് am I എന്നാക്കാം. അതിനെ കുറച്ചും കൂടെ ഡീപേഴ്സണലൈസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ചിരി തിരിച്ചു വരും. ആം മാറ്റിയിട്ട് ഇസ് ആക്കാം. അപ്പൊ ഞാൻ ആരാ എന്നല്ല, ഞാൻ എന്താ. അപ്പൊ ഈ ഞാൻ എന്താന്നല്ല ചോദിക്കണേ, ഞാൻ എന്ന വാക്ക് എന്താ? എല്ലാവർക്കും ചിരി വന്നു, കംഫർട്ടബിൾ ആയി. ഞാനതിൽ ഉൾപ്പെടുന്നില്ലല്ലോ. പക്ഷെ ആ ഒരു അപ്രോച്ച് എടുത്താൽ സ്പിരിച്വാലിറ്റിക്ക് വളരെ ഈസിയാണ്. നമ്മൾ ഡീപേഴ്സണലൈസ്ഡ് ആയി നമ്മൾ ഈ ഫോൾസ് പേഴ്സണലൈസേഷൻ കൊണ്ടുവരുമ്പോഴാണ് ഈഗോ എന്ന് പറയുന്ന സാധനം വർക്കപ്പ് ആവുന്നത്.
ഈഗോ എന്താണ്? അറിവില്ലായ്മ. അറിവില്ലായ്മയുടെ ലഘു, നമ്മൾ കൊളോക്കിയലായിട്ട് പറയുന്ന വാക്കാണ് ഈഗോ. ഒരാൾക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ അയാൾ ഡിഫെൻസീവ് ആവും. എന്നോട് ആ ചോദ്യം ചോദിക്കണ്ട, എനിക്കിഷ്ടമല്ല എന്ന് പറയും. എന്താ? ഉത്തരം അറിയില്ല. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയില്ല. ഇഗ്നറൻസ് ഇസ് ഈഗോ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് നമ്മുടെ പണ്ട് മുതലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല. പക്ഷെ ഈ ഒരു അറിവോടുകൂടെ നമ്മൾ എല്ലാത്തിനെയും കണ്ടാൽ നമ്മൾ ഈഗോ പ്രയോഗിക്കില്ല. മറ്റുള്ളവർക്ക് വട്ടാണെന്ന് പറയാൻ നിൽക്കില്ല. നമുക്കൊരു കാര്യം മനസ്സിലായില്ല, അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോ നമ്മുടെ അറിവില്ലായ്മ കുറയും, അപ്പൊ നമ്മുടെ ഈഗോവും കുറയും. അപ്പൊ വാട്ട് എം ഐ എന്ന ചോദ്യത്തിലേക്ക് വന്ന ഞാൻ എന്റെ ഉത്തരം പറഞ്ഞു തരട്ടെ. ഞാനിന്റെ എല്ലാവരുടെ ഞാൻ അത് തന്നെയാണോ നോക്കാം. എല്ലാവരും എന്റെ ശരീരം, എന്റെ മനസ്സ് പറയുന്ന ആരാ? ഞാൻ എന്ന് പറഞ്ഞു. വാട്ട് ഇസ് ഞാൻ? ഞാൻ ഈക്വൽസ് ജീവൻ, ലൈഫ്. ഞാൻ ജീവനാകുന്നു. എന്റെ ശരീരവും മനസ്സുമാണ്. ഞാൻ തന്നെയാണ് എല്ലാ ശരീരങ്ങളിലും മനസ്സുകളെയും ചലിപ്പിക്കുന്നത്. ഞാൻ ആ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ ആ ശരീരത്തിനെ കുഴിച്ചിടുക, കത്തിച്ചു കളയുക, എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അത് നാറും. അപ്പൊ നമ്മൾ നമ്മുടെ ശരീരമല്ല, നമ്മൾ നമ്മുടെ മനസ്സല്ല, നമ്മൾ ജീവനാണ്. നമ്മൾ ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. ഞാൻ ആ ജീവനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. ഫോർ മീ ഗോഡ് ഈക്വൽസ് ലൈഫ്. നമ്മുടെ എല്ലാവരുടെയും എന്ന് പറയുന്നേക്കാളും നമ്മളെല്ലാവരും ജീവനാണ്. പല രൂപത്തില്, പല രൂപത്തില്. ഒരു രൂപം മറ്റേ രൂപം പോലെ അല്ല. ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് ഒന്നും ഒരുപോലെ അല്ല. എന്തുകൊണ്ട്? ജീവൻ എന്തിനു റിപ്പീറ്റ് ചെയ്യണം? ജീവന് പല അനുഭവങ്ങളും എക്സ്പ്രഷൻസുമാണ് ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ രൂപമെടുക്കുന്നത്. എല്ലാവരും ഒരുപോലെ ആവാനല്ല, അവരെ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് ജീവൻ ആ രൂപമെടുക്കുന്നത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഫുള്ളായിട്ട് ജീവനായിട്ട് ജീവിക്കുക. ജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു രൂപം വേണം, അതിലൂടെ ജീവിക്കണം. നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടി രൂപം എടുത്ത ജീവനാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളുടെയൊക്കെ ഞാൻ അത് തന്നെയാണെങ്കിൽ നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കും ഞാൻ ആരാണ്. അപ്പൊ ഞാൻ ആരാണെന്ന് പറയുമ്പോൾ നിനക്ക് മനസ്സിലാവും നീ ആരാണെന്നും ഞാൻ ആരാണെന്നും. നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മളെല്ലാവരും ഒരേ ജീവനാണ്. ഒരേ ജീവന്റെ പല രൂപങ്ങളാണ്. സോ ദാറ്റ് ഇസ് വൈ ദി ഓട്ടോബയോഗ്രഫി. രമണ മഹർഷി ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ബർണാഡ് ഷാ പണ്ടെഴുതിയ ഒരു വലിയ ലേഖനത്തിന്റെ തലക്കെട്ടായും അദ്ദേഹം കുറിച്ചത്. മനുഷ്യൻ ആ ചോദ്യത്തിന് ഉത്തരം അന്വേഷിക്കുകയും ഉത്തരം കണ്ടെത്താതെ മരിച്ചു പോവുകയും ചെയ്യാറാണ് പതിവ് എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ മരിച്ചു പോവാതിരിക്കാൻ, അല്ലെങ്കിൽ അതിനു മുമ്പ് ഉത്തരം കിട്ടാവുന്ന രൂപത്തിലേക്ക് ആ ചോദ്യത്തെ എല്ലാവർക്കും വേണ്ടി മാറ്റി എഴുതണം എന്ന ആലോചനയായിരുന്നു വാട്ട് എന്നതിലേക്ക് ലെനയെ എത്തിച്ചത്. അല്ലെങ്കിൽ തനിക്ക് തന്നെ ഏറ്റവും ലഘുവായി അതിനൊരു ഉത്തരം പറയണം എന്ന തോന്നലായിരുന്നു, തന്നെ കുറിച്ച് തന്നെയുള്ള തോന്നലായിരുന്നു ആ ചോദ്യത്തെ മാറ്റി എഴുതിച്ചത്. തീർച്ചയായും എന്റെ വ്യക്തിപരമായ ഒരു അന്വേഷണത്തില് ഞാൻ കണ്ടെത്തിയ, എനിക്ക് മനസ്സിലാവാൻ വേണ്ടി മെഡിറ്റേഷനും കോൺടെംപ്ലേഷനും വീണ്ടും ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലല്ലോ. ഉത്തരം കിട്ടുന്നവരെ സമാധാനമില്ല. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണ്ടേ? അല്ല, നിങ്ങൾക്ക് നല്ലൊരു തമാശ കിട്ടി, നിങ്ങൾ കുറെ ചിരിച്ചു, നിങ്ങൾ ആ തമാശ ഇനി ആരോടും പറയില്ലേ? ഓടി ചെന്ന് എല്ലാവരോടും പറയും. നിങ്ങൾ കുറെ പൊട്ടിച്ചിരിച്ചൊരു തമാശയാണ്. അതേപോലെ ഇതേ അറിവ് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോ ആരൊക്കെ ഏത് രീതിയിൽ ഇതേ സത്യം പകർത്താൻ നോക്കിയിട്ടുണ്ടോ? ഞാൻ എനിക്ക് മനസ്സിലായ രീതിയിൽ ചിലപ്പോൾ മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഷെയർ ചെയ്തു. അത്രേ ഉള്ളൂ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ വലിയ സന്തോഷം, ഉപകാരപ്പെട്ടില്ലെങ്കിൽ മറന്നു കളയും. ജസ്റ്റ് ഫോർഗിവ് മീ. ലോകം ആഘോഷിച്ച ഒരു എഴുത്തുകാരിയാണ് ആൻ റൈസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി. ഒരുപാടേറെ പുസ്തകങ്ങൾ ഇന്നും ബെസ്റ്റ് സെല്ലറുകളായി ആൻ റൈസിന്റെ പുസ്തകങ്ങൾ വരുന്നു. ആൻ റൈസ് ആദ്യമായി തന്റെ ഒരു പുസ്തകം എഴുതിയ ഒരു പബ്ലിക്കേഷനെ സമീപിച്ച സമയത്ത് ആ പബ്ലിഷർ ആൻ റൈസിനോട് പറഞ്ഞു, നമ്മളുടെ പ്രസാധക സംരംഭം ഇത്തരം പുസ്തകങ്ങൾ അടിക്കുന്ന ഒരു സ്ഥലമല്ല, അതുകൊണ്ട് ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡെറ്റൺ എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ ഫേമസ് ആയ ഒരു പബ്ലിഷിംഗ് കമ്പനി ആൻ റൈസിന് തിരിച്ചയച്ചു. എനിക്ക് തോന്നുന്നത് പിൽക്കാലത്തുള്ള ആൻ റൈസിന്റെ
പ്രധാനപ്പെട്ട സൃഷ്ടികളെല്ലാം ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത് അതേ പബ്ലിക്കേഷനിലൂടെയായിരിക്കും. ലെന പറയുന്നത് പബ്ലിക്കേഷന് മനസ്സിലാവില്ല എന്ന തോന്നൽ ഉള്ളത് കൊണ്ടായിരിക്കും സ്വയം പബ്ലിഷ് ചെയ്ത് ബെസ്റ്റ് സെല്ലറാക്കി ഒരു ആൻഡ്രൈസിനെ പോലെ തിരിച്ചു വന്ന് ഇതേ പബ്ലിക്കേഷനുകളെ കൊണ്ട് തന്നെ ഞാൻ എന്നെ വിൽപ്പിക്കുമെന്നൊരു തീരുമാനം ഈ പുസ്തകം എഴുതുമ്പോൾ തന്നെ എടുത്തു? ഒരിക്കലില്ല. എല്ലാവർക്കും അറിയാം, ഞാൻ മലയാള സിനിമയിലാണ് 16 വയസ്സ് മുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. പുസ്തകങ്ങൾ വായിക്കും എന്നുള്ളൂ, ലിറ്ററേച്ചറിനെ കുറിച്ച് അറിയില്ല. ഞാൻ പഠിച്ചത് ലിറ്ററേച്ചർ അല്ല. എനിക്ക് ഒരു പുസ്തകം എഴുതിയാൽ അതെങ്ങനെ പബ്ലിഷ് ചെയ്യണം, അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം ഒന്നും ഒരു അറിവില്ല. പക്ഷെ ഈ പുസ്തകം എഴുതിയേ പറ്റൂ എന്നൊരു ഫീലിംഗ് വരുന്നത് ഈ പുസ്തകത്തിലേക്ക് വരാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഉറക്കം കളയുമ്പോഴാണ്. ഉറങ്ങാൻ നോക്കിയാൽ പുസ്തകത്തിലേക്കുള്ള സെന്റൻസസ് വന്നുകൊണ്ടേയിരിക്കും, ഉറങ്ങാൻ പറ്റുന്നില്ല. അന്നാ പണ്ടാറ് ഇത് എഴുതിയിട്ടാ പിന്നെ ഉറങ്ങാലോ എന്ന് വിചാരിച്ച് എഴുതി അതൊരു പുസ്തകമായി കഴിഞ്ഞപ്പോ അതിനെ ഞാൻ നോക്കിയിരുന്നിട്ട് എന്ത് ചെയ്യും, ഇതിനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല, ആരോടാ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് എന്താ പറയാ, അവര് കളിയാക്കോളും. എന്ത് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡോ, ഇവർക്ക് വട്ടാന്ന് പറഞ്ഞാൽ നേരെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇട്ടാലോ, അതുകൊണ്ടൊരു പ്രശ്നം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു സെൽഫ് പബ്ലിഷ് ചെയ്യാം, ആ ഒരു ജോലി തീരുമല്ലോ, അങ്ങനെ വിചാരിച്ച് ചെയ്തത്. ഞാൻ ഒരിക്കലും ഈ പുസ്തകം ഇത്രയും റീച്ച് ഉണ്ടാവുമെന്നോ ഒന്നും വിചാരിച്ച് ചെയ്തതല്ല. ആ അന്ന് കൊടുത്ത ഇന്റർവ്യൂ ആണെങ്കിലും ഞാൻ ആദ്യമായിട്ട് മനസ്സ് തുറന്നു സംസാരിച്ചു, അത്ര ഉണ്ടായുള്ളൂ. എല്ലാവരും ഇതുപോലെ ഏറ്റെടുത്തത് കൊണ്ട് ഈ പുസ്തകത്തിനെ പറ്റി ചർച്ചകൾ ഉണ്ടായി. ഇത് ഓൾ ഇന്ത്യ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിലേക്ക് വന്നു. അത് ശ്രദ്ധിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പെൻഗ്വിൻ ബുക്സ് ആണ്. പെൻഗ്വിൻ ബുക്സ് നോട്ടിസ്ഡ് ദാറ്റ് The Autobiography of God has become a bestseller and they have acquired the book. Penguin Books ഈ ബുക്ക് പബ്ലിഷ് ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഒരു ആദ്യമായിട്ട് ഒരു പുസ്തകം എഴുതുന്ന ഒരാൾക്ക് ഇതിനേക്കാൾ വലിയ അംഗീകാരം കിട്ടാനില്ല. അതിനൊക്കെ ഞാൻ നന്ദി പറയേണ്ടത് നിങ്ങളോടും ബാക്കി നമ്മുടെ എല്ലാ നോർമൽ ഫ്രണ്ട്സിനോടുമാണ്. താങ്ക് യു സോ മച്ച്. പെൻഗ്വിൻ ബുക്സ് ഹാസ് ടേക്കൺ ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്. ഇനി ബുക്ക് ഇറങ്ങുന്നത് പെൻഗ്വിന്റെ കവറോട് കൂടി ആയിരിക്കും. പുതിയ കവറിൽ വേൾഡ് വൈഡ് റിലീസ് ഉണ്ടാവും, എല്ലാ ബുക്ക് സ്റ്റോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. ഇതിനേക്കാളും വലിയ ഭാഗ്യം ആ പുസ്തകത്തിന് കിട്ടാനില്ല. അതുപോലെ തന്നെ ഇതിനേക്കാളും നല്ലൊരു ന്യൂസ് ഉണ്ട്. എല്ലാവരും ആവശ്യപ്പെട്ടത് പ്രകാരം പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ബുക്ക് ഇറക്കുന്നത് DC ബുക്സ് ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച് ടു DC ബുക്സ് ആൻഡ് താങ്ക് യു സോ മച്ച് ടു പെൻഗ്വിൻ ബുക്സ് ഫോർ റീച്ചിങ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്. മലയാളത്തിൽ ദൈവത്തിന്റെ ആത്മകഥ. നമ്മൾ ആര് ആത്മകഥ എഴുതിയാലും അത് ദൈവത്തിന്റെ ആത്മകഥയാണ്. താങ്ക് യു. ദൈവത്തിന്റെ ആത്മകഥ സത്യത്തിൽ മനുഷ്യന്റെ ആത്മകഥ തന്നെയാണ് എന്നത് മനോഹരമായ പ്രയോഗമാണ്. ഇത്തരം മനോഹരമായ പ്രയോഗങ്ങളും നിരീക്ഷണങ്ങളുമാണ് കുറെ നേരമായി ലെന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതുണ്ടോ അതോ ലെന തന്നെ അത് കുറച്ചുകൂടെ മലയാളത്തിൽ എഴുതുന്നതായിരിക്കില്ലേ ഭംഗിയാവുക എന്നൊരു വ്യക്തിപരമായ തോന്നൽ എനിക്കുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ വീണ്ടും തിരിച്ചു വരാം. എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല. ഞാൻ പഠിച്ചത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലായിരുന്നു. എന്റെ അച്ഛൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഞാൻ ഒരുപാട് കാലം കേരളത്തിലല്ല താമസിച്ചത്. അതുകൊണ്ട് തന്നെ എന്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിപ്പോയി. എനിക്ക് വളരെയധികം സങ്കടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ മലയാളത്തിൽ എഴുതണമെങ്കിൽ വളരെ പ്രത്യേക സ്കിൽ തന്നെ വേണം. മലയാളം ഒരു കടും കട്ടി ഭാഷയാണ്. സോ നല്ലൊരു എഴുത്തുകാരൻ തന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ തമാശ കളിച്ച് മലയാളം ആക്കേണ്ടതല്ല. അപ്പോ സിനിമയിൽ പ്രവർത്തിക്കുന്നു, അപൂർവം സമയങ്ങളിൽ ഇന്റർവ്യൂ കഴിഞ്ഞോ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൊക്കെ കമന്റ് ചെയ്യുന്ന മനുഷ്യരെ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിലൊക്കെയാണ് അതല്ലാത്ത ആളുകളുടെ ഒരു ലോകം ലെന കാണുന്നത്. അല്ലാതെ ആൾക്കൂട്ടത്തെ കാണുന്ന ഒരു പക്ഷേ ഇത്തരം സംവാദങ്ങളിലായിരിക്കും. അതല്ലാതെ ലെനയ്ക്ക് ചുറ്റുമുള്ള രൂപീകരിക്കപ്പെടുന്ന ഒരു ലോകം കാലങ്ങളായി സിനിമാക്കാരുടെ ഒരു ലോകമാണ്. എങ്ങനെയാണ് ആ ലോകം ഒരു പുതിയ ലെനയെ, ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡിന് ശേഷമുള്ള ഒരു ലെനയെ, ഇതുവരെ സംസാരിക്കാത്ത ഒരു ഭാഷയിൽ സംസാരിക്കുന്ന ലെനയെ, വർഷങ്ങൾക്ക് ശേഷം കുതിരവട്ടം പപ്പുവിനെ തിരിച്ചു ചോദിച്ചു തുടങ്ങുന്ന ഒരു ലെനയെ എങ്ങനെയാണ് സിനിമാക്കാര് കേട്ടത്? സിനിമയ്ക്കകത്ത് എല്ലാവർക്കും എന്നെ അറിയാം. 25 വർഷമായിട്ട് ഞാൻ 16 വയസ്സ് മുതൽ വളർന്നിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്.
ബാക്കി എല്ലാവർക്കും അത് ഇൻഡസ്ട്രി ആയിരിക്കും. എനിക്ക് സിനിമ എന്റെ ഫാമിലിയാണ്. അവരെല്ലാവരും ഞാൻ 16 വയസ്സ് മുതൽ ഇപ്പൊ 42ാമത്തെ വയസ്സ് വരെ അവരെന്റെ ഫാമിലിയാണ്. അവർക്കൊക്കെ നമ്മളെ അറിയാം. നമ്മൾ ലൊക്കേഷനിൽ പറയുന്ന വർത്താനം ഇതൊക്കെ തന്നെയാണ്. ഇതുവരെ പബ്ലിക്കലി ഇത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് സിനിമാക്കാർക്കൊന്നും ഒരു പുതുമ ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു മറ്റേ സംഭവം എന്താ പറയാത്തത് എന്നാണ് ചോദിച്ചത്. ഇനി അടുത്ത പുതിയത് മറ്റേ കഥ അന്ന് അവിടെ വെച്ച് ചമ്മിയ കഥ പറയാറുന്നില്ലേ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ അത് അടുത്ത ബുക്കിൽ വരുന്നതാണ്. പെൻഗ്വിൻ ആയിട്ട് ഒരു 3 ബുക്കിന്റെ ഡീലാണ് സൈൻ ചെയ്തിരിക്കുന്നത്.